ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം വീഡിയോയ്ക്ക് കുറച്ച് ലൈക്കുകളും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് 2 മേജർ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ആൾറെഡി തന്നെ കുറച്ച് പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഈവൻ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മണി ഏൺ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്യുന്ന ഒരുപാട് AI ഉണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഗൂഗിൾ ജെമിനിയും അതേപോലെ തന്നെ ചാറ്റ് GPT അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. അവിടെ പോയിട്ട് എന്ത് ചോദിച്ചാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മറുപടി കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഒരു AI കൊണ്ടുവന്നിട്ടുണ്ട്. ജൂൺ AI ഇല്ലെങ്കിൽ ആസ്ക് ജൂൺ AI എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം കൊണ്ടുവരുന്നത്. അതിൻ്റെ ബീറ്റാ ഫേസിക്ക്. അപ്പോൾ എന്താണ് ബീറ്റാ ഫേസ്? ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമുക്കതിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ഫേസാണ് ഈ ഒരു ബീറ്റാ ഫേസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നവർ ഇതിൽ റിവാർഡൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ കയറുന്നവർക്ക് അവിടെ ഒരു ലീഡർ ബോർഡും അതേപോലെ തന്നെ പോയിന്റ് സെഷനും കിടക്കുന്നുണ്ട്. മേ ബി ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ ഇവരൊരു ഫ്യൂച്ചറിൽ ഒരു ടോക്കൺ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അപ്പോൾ റിവാർഡ് കിട്ടാനും, ഇല്ലെങ്കിൽ ഇവരൊരു മെയിനായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് പബ്ലിക്കിലേക്ക് വിടുമ്പോൾ അപ്പോൾ ഒരു റിവാർഡ് കിട്ടാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ വാലറ്റ് ഇതാണ് കമ്പനിയാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ 600 മില്യൺ ഫണ്ടിങ് ഒക്കെയാണ് റീസെൻ്റ്ലി ഇതിൽ റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകളും പുതിയ അപ്ഡേറ്റുകളും ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ കൂടുതലും ടെലിഗ്രാം ചാനലിലാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും 600 മില്യൺ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഫണ്ടിങ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ കയറാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്യുന്ന ചാറ്റ് GPTയിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതേതുപോലെ തന്നെ റെഗുലർ ബേസിൽ ഇതിൽ ചോദിക്കുക. കൂടുതലും ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഓൺ ആയിട്ട് ചോദിക്കുമ്പോഴാണ് നമുക്കിതിൽ പോയിൻറ്റ്സ് ഒക്കെ കൂടുതൽ കിട്ടുക. എനിക്കിവിടെ എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എൻ്റെ Gmail വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. 370 പോയിൻറ്റ്സ് എനിക്ക് ആൾറെഡി തന്നെ ഈ ഒരു ജൂൺ ബ്ലോക്ക് ചെയിൻ്റെ ഈ ഒരു ബീറ്റാ ഫേസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കോഡ് വേണം. അപ്പോൾ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ആൾറെഡി കൊടുക്കാം. ഇന്നലെ ഞാൻ പാതി കോഡ് എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തു, കാരണം ആ കോഡൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. യു ഹാവ് 10 ഇൻവൈറ്റ് ആസ് ആൻ ഏർലി യൂസർ, സോ ഫാർ 5 ഹാവ് ബീൻ യൂസ്. അപ്പോൾ എൻ്റെ 5 ഇൻവൈറ്റ് കോഡും യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 5 കോഡ് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കയറുന്നവർക്കായിരിക്കും ഇതിൽ കൂടുതൽ ചാൻസുകൾ ഉണ്ടാവുക. എന്നാലും നിങ്ങൾക്ക് വേറെ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്കിൻ്റെ ഈ ഒരു ഇൻവൈറ്റ് കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഒരു പുതിയ ആൾക്കാർ കയറുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻവൈറ്റ് കോഡ് വെച്ച് കയറാനുള്ള ഒരു അവസരവും നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ വരുന്നു. ആൾറെഡി തന്നെ അവർ കുറച്ച് സജഷൻസ് ഒക്കെ തരുന്നുണ്ട്. BTS പ്രൈസും ഹൗ ടു ബൈ ETH ക്രിപ്റ്റോ ന്യൂസ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ആൾറെഡി തന്നെ ടയോ മൈനിങ് ചെയ്യുന്നുണ്ടാവും, കൈറ്റോ യാപ്പേഴ്സ് ചെയ്യുന്നുണ്ടാവും, ഫ്രാഷൻ AI ചെയ്യുന്നുണ്ടാവും, സോളിജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റൊക്കെ ട്വിറ്ററിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് AI തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 AI കൂടി ഇങ്ങനെയുള്ള പോസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് ടെസ്റ്റ് ചെയ്യും നമുക്കിവിടെ പോയിൻറ്റ്സ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ലീഡർ ബോർഡ് എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരു 370 പോയിൻറ്റ്സിൽ ഞാൻ 9021 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ റെഗുലറായി വന്നിട്ട് ഇവിടെ ചാറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ വേറൊരു പ്രൊജക്റ്റിലും കൂടി ഉണ്ട്. ആ ഒരു പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ചെയിൻ ഒപ്പേറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ആൾറെഡി തന്നെ സീസൺ 1 ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എയർ ഡ്രോപ്പ് കൺഫേംഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റിലൊന്നും കൺഫേംഡ് അല്ലെങ്കിലും ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ഇവർക്ക് ഒരു റിവാർഡ് കൊടുക്കും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് സീസൺ 2 എയർ ഡ്രോപ്പ് ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇവരൊരു AI ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ AI തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. നമുക്ക് ചാറ്റ് ക്ലിയർ ചെയ്യാനും ഇല്ലെങ്കിൽ ചാറ്റ് ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കാനും ഇമേജ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള ഒരുപാട് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് മൊത്തം 17 മില്യൺ ഫണ്ടിങ് ആണ് ഈ ഒരു ചാറ്റ് ഒപ്പേറ ചെയിൻ ഒപ്പേറ എന്ന് പറഞ്ഞിട്ടുള്ള AIക്ക് ഇവർ മുടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കയറാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മസ്റ്റായിട്ട് ഇത് 2 യൂട്ടിലൈസ് ചെയ്യുക. നമുക്കൊരു കൺഫേം എയർ ഡ്രോപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹ്യൂജ് ഫണ്ടിങ് ഉള്ള ബ്ലോക്ക് ചെയിൻ്റെ ഒരു AIൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവാർഡ് കിട്ടും. നല്ല പ്രൊജക്റ്റുകളും ഒരുപാട് ഹ്യൂജായിട്ട് ഫണ്ട് ഇടുന്ന പ്രൊജക്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ ടെസ്റ്റ് നെറ്റ് ഫീസ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കാർക്കും ഒരു കൺഫേംഡ് എയർ ഡ്രോപ്പ് തരില്ല. അതൊക്കെയാണ് പൊട്ടൻഷ്യൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഒരു എയർ ഡ്രോപ്പ് കൺഫേം അല്ല, പക്ഷേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്തതിനേക്കാളും ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇങ്ങനെയുള്ള എയർ ഡ്രോപ്പ് എന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 17 മില്യൺ എന്ന് പറയുന്നതും ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ കയറാനുള്ള ലിങ്ക് ഞാൻ തരാം. അതേപോലെ തന്നെ ഇവിടെ വാലറ്റ്
വാലറ്റ് കണക്ഷൻ ഉണ്ട്. ഈ ഒരു വാലറ്റ് കണക്ഷൻ നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എനിക്ക് ആകെ ഇപ്പോൾ പോയിൻറ്റ്സ് 700 സംതിങ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ റെഗുലറായിട്ട് ഇവിടെ ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഞാനത് മിസ്സായിട്ടുണ്ട്. മിസ്സായുമ്പോൾ എനിക്ക് ഇനി എന്ത് ചെയ്യണം, ഈ ഒരു BNB എന്തെങ്കിലും ഒരു ടോക്കൺ കൊടുത്ത് അത് വീണ്ടും തിരിച്ചെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് നിൽക്കുന്നില്ല. എങ്ങനെയൊക്കെ പോയിൻറ്റ്സ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ റെഗുലർ ഇവിടെ ചാറ്റ് ചെയ്ത് പോയിൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നേരെ ഒരു പ്രൊഫൈൽ സെഷൻ വന്നു പറഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൂഫ് ഓഫ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഈ ഒരു സാധനം നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഹ്യൂമൻ വെരിഫൈക്ക് നമ്മൾ എലിജിബിൾ ആവുള്ളൂ. എന്നാൽ മാത്രമാണ് ഇതിലൊരു എയർ ഡ്രോപ്പ് ഉള്ളപ്പോൾ നമുക്ക് അതിലൊരു എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, ഞാൻ ഇവൻ്റെ ക്വസ്റ്റ് പേജിലേക്ക്, ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ടാസ്ക് ഒക്കെ കൊടുക്കുന്ന പേജിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പേജിൽ നിങ്ങൾ കയറുക. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് തരാം, ഈ തൊട്ട് താഴെ തന്നെ കൊടുക്കാം. ആ ഒരു ലിങ്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൽ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള ടാസ്കുകൾ അവിടെ കിടക്കുന്നുണ്ടാവും. സെയിം വാലറ്റ് തന്നെ ഇവിടെ കണക്ട് ചെയ്യാൻ നോക്കുക. അവിടെ ഏത് വാലറ്റാണോ കണക്ട് ചെയ്തത് ആ വാലറ്റ് തന്നെ ഇവിടെ കണക്ട് ചെയ്യുക. മേ ബി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വാലറ്റ് കണക്ഷനിൽ കുറച്ച് ട്രബിളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റീകണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അത് റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏജൻറ്റ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട. പൈസ കൊടുക്കാത്തുള്ള എല്ലാ രീതിയിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോളോ ദ ടീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്കോഡ് ടാസ്ക് കിടക്കുന്നുണ്ട്, അതിൻ്റെ ടെലിഗ്രാം ടാസ്ക് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ആൻഡ് AI ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 1000 D പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് 100 പോയിൻറ്റ്സ് വെച്ച് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞാൽ 150 ഡേയ്സ് കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് ഇതിൻ്റെ ടീം ആൻഡ് റിവാർഡ്സിൽ അവർ വേറെ കുറേ പോയിൻറ്റ്സിനായിട്ടുള്ള സിസ്റ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രോം ടു ടേണിലും നമുക്ക് 100 പോയിൻറ്റ്സ് ഡെയിലി കിട്ടും. അതേപോലെ തന്നെ വർക്ക് ഒരു ഏജൻറ്റിലും നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ChatGPT പോലെ തന്നെ ഇത് യൂസ് ചെയ്യുക. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ വാലറ്റ് കണക്ഷൻ ഇപ്പോൾ എറർ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ബാഡ്ജസ് ഒക്കെ കാണുന്നുണ്ട്. ആ ബാഡ്ജസ് ഒക്കെ നിങ്ങൾ ഇവിടെ ടാസ്ക് ചെയ്യുക മാത്രമാണ് നിങ്ങൾക്ക് എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ബാഡ്ജസ് ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോയിൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊന്നും കയറുന്നില്ല. പക്ഷേ ഇതിലേക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യേണ്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഇത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി ഒരു എയർ ഡ്രോപ്പ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യേണ്ട ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കയറുക. ആൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ നല്ല പോയിൻറ്റ്സോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ നോക്കണ്ട. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ള കാരണം എനിക്ക് ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ തരാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എപ്പോഴും വർത്താണെന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റിവാർഡ് കിട്ടാനുള്ള ചാൻസുകൾ ഈ 2 പ്രൊജക്റ്റൊന്നും ഉണ്ട്. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് കയറുക. ഇങ്ങനെയുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്തിട്ട് അടുത്ത വർഷത്തിലുള്ള എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പ്രൊജക്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.